നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷിത. ഇന്ന് ഡേ 2 പ്രഗ്നൻസി യോഗയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന്. അപ്പം ബിഗിനേഴ്സ് ആയിട്ട് ആദ്യമായിട്ട് യോഗ ചെയ്യുന്ന പ്രഗ്നന്റ് വുമൻസിന് വേണ്ടി തയ്യാറാക്കിയ മൊഡ്യൂളാണ്. വളരെ സിമ്പിളായ എക്സസൈസ് ആണ്. 15 മിനിറ്റിൻ്റെ യോഗാസന സീരീസ് ആണ്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ഉണ്ട്, പ്രഗ്നൻസിയിൽ ചെയ്യാൻ പറ്റുന്ന ലൂസനിങ് എക്സസൈസിൻ്റെ വീഡിയോ നോക്കി നിങ്ങൾ ആ ലൂസനിങ് എക്സസൈസൊക്കെ ചെയ്യാം. അപ്പോൾ ലൂസനിങ് എക്സസൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ആസനകൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം സുഖാസനയിലോ വജ്രാസനയിലോ ഇരിക്കുക. ഇതാണ് വജ്രാസന, ഇന്നലെ ഞാൻ പറഞ്ഞു തന്നത്. നമ്മൾ സുഖാസനയിലോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ വരിക. കൈ രണ്ടും ചിന്മുദ്ര, കണ്ണുകൾ അടക്കുക, ദീർഘശ്വാസം എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിദ്ധാസനയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വലത്തേ കാലെടുത്ത് നമ്മളെ ശരീരത്തിനോട് അടുപ്പിച്ച് വെക്കുക. ആ വലത്തേ കാലിൻ്റെ മടമ്പിൻ്റെ മേലെ തന്നെ ഇടത്തേ കാലെടുത്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. കൈകൾ ചിന്മുദ്രയിൽ വെക്കുക. ദീർഘശ്വാസം എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക്. ദീർഘശ്വാസം എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക്. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. വലത്തേ കൈ വയറ്റിൽ വെച്ച് കുഞ്ഞിനോടൊന്ന് ജസ്റ്റ് സംസാരിക്കുക. ദീർഘശ്വാസം എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക്. ഇനി സിദ്ധാസനയിൽ നിന്ന് നമ്മൾ പതുക്കെ കാല് താഴെ വെച്ച് കാല് നീട്ടി വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീരാസന. വളരെ സിമ്പിളാണ് വീരാസനം. വലത്തേ കാല് മടക്കി നമ്മൾ തൊടയുടെ അടിയിൽ വെക്കുക. ഇടത്തേ കാല് നമ്മൾ വലത്തേ മുട്ടിന് സമമായിട്ട് വെക്കുക. വലത്തേ കൈ മുട്ടിൻ്റെ മേലെ വെക്കുക. ഇടത്തേ കൈ നമ്മളെ ഈ ഇടത്തേ മുട്ടിൻ്റെ മേലെ വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്യാം. 1 2 3 4 and 5. പതുക്കെ കൈ താഴ്ത്തുക. നമ്മൾ ഓരോ കാലായിട്ട് നീട്ടി വെക്കുക. നീട്ടി വെച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് ഓപ്പോസിറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത വീരാസനയിൽ വലത്തേ കാല് ബെൻഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മളിപ്പോൾ ഇടത്തേ കാല് ബെൻഡ് ചെയ്യാം. ഇടത്തേ കാല് ബെൻഡ് ചെയ്ത് നമ്മൾ വലത്തേ കാല് ഇടത്തേ മുട്ടിൻ്റെ സൈഡിലോട്ട് വെക്കുക. ഇടത്തേ കൈ ഇടത്തേ മുട്ടിൻ്റെ മേലെ, വലത്തേ കൈ വലത്തേ മുട്ടിൻ്റെ മേലെ. കണ്ണടച്ച് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. 1 2 3 4 and 5. സാവധാനം നമ്മൾ കാല് വജ്രാസനയിലോട്ട് വെക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ എക്സസൈസ്, വളരെ സിമ്പിളായി എക്സസൈസ് ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. യെസ്, ഡെഫിനറ്റ്ലി. നമ്മളെ യോഗയിൽ പറയുന്നത് നമ്മളെ ശരീരത്തിൽ 7 ചക്രാസ് ഉണ്ട്. ഈ ചക്രങ്ങൾ നമ്മളെ ശരീരത്തിലെ ഗ്രന്ഥികളുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുത്താൻ പറ്റുക. അതായത് നമ്മളെ തൊണ്ടയിലുള്ള ചക്ര, നമ്മളെ വിശുദ്ധി ചക്ര തൈറോയ്ഡ് ഗ്രന്ഥിയായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന യോഗാസന, ഓരോ ആസനയും നമ്മളെ ഓരോ ഗ്രന്ഥിനെയും ഉത്തേജിപ്പിക്കുന്നതാണ്, അല്ലെ ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പം നമ്മൾ എത്ര കുഞ്ഞു ചെറിയ ആസന ആയാൽ പോലും നമ്മളെ ശരീരത്തിന് അത് ഫലപ്രദമായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നിന്നുകൊണ്ടുള്ള ആസന ചെയ്യാം. അടുത്ത് നമുക്ക് നിന്നിട്ടുള്ള ആസന ചെയ്യാം. അപ്പം നമ്മൾ കാലടുപ്പിച്ച് വെച്ച് സമസ്ഥിതിയിൽ നിന്ന് കാലകറ്റി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ത്രികോണാസനയാണ്. ദീർഘശ്വാസം എടുത്ത് കൈ ഷോൾഡർ ലെവലിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിട്ട് നമ്മൾ വലത്തുവശത്തോട്ട് ചെരിഞ്ഞ്, അപ്പം നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്ന അത്രയും ചെരിഞ്ഞാൽ മതി. മുട്ടിൽ വെക്കുക, ഇവിടെ വെക്കുക. നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്ന അത്രയും, നന്നായിട്ട് താണ് പോകണം എന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്ന അത്രയും വെക്കുക. 1 2 3 4 5 6 7 8 9 and 10. പതുക്കെ ഷോൾഡർ ലെവലിലേക്ക് കൊണ്ടുവരിക. കൈ താഴ്ത്തുക, കാലുകൾ അടുപ്പിക്കുക. ഇപ്പം നമ്മൾ കൈ പിറകിൽ കെട്ടി കണ്ണടച്ച് വിശ്രമിക്കുക.
നമ്മളെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലെ നമ്മൾ ഇടത്ത് വശത്ത് ചെയ്യാം. കാലുകൾ അടുപ്പിച്ച് സമസ്ഥിതിയിൽ വന്നതിന് ശേഷം നമ്മൾ കാലകറ്റി കൈ ഷോൾഡർ ലെവലിലേക്ക് കൊണ്ടുവരിക. ദീർഘശ്വാസം എടുക്കുക. ശ്വാസം വിട്ട് നമ്മൾ വലത്തുവശത്തോട്ട് ചെരിഞ്ഞ് ഇടത്തേക്കായി നോക്കുക. അപ്പം നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും. താഴോട്ട് പോകണമെന്ന് നിർബന്ധമില്ല, മെയിൻറ്റെയിൻ ചെയ്യുക. 1 2 3 4 5 6 7 8 9 and 10. പതുക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വരിക. കൈ താഴ്ത്തുക. കാലുകൾ അടുപ്പിക്കുക. കൈ പിറകിൽ കെട്ടി കണ്ണടച്ച് നമ്മളെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ദീർഘശ്വാസം എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക്. റിലാക്സ്. അപ്പം നമ്മൾ ഇന്ന് ഇരുന്ന് കൊണ്ട് 2 ആസനം ചെയ്തു, നിന്നുകൊണ്ട് ഒരാസനം ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രാണായാമയാണ്. സാവധാനം നിങ്ങൾ ചെയറിലോ നിലത്തോ ഇരിക്കുക. അപ്പം നമുക്ക് ഇരിക്കാം. വജ്രാസനയിലോ സുഖാസനയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിലിരിക്കാം. വലത്തേ കൈയിൽ നാസികാഗ്ര മുദ്ര, ഇടത്തേ കൈയിൽ ചിന്മുദ്ര. നമ്മൾ ഇടത്തേ മൂക്കിലേക്ക് കൂടി ശ്വാസം എടുക്കുക, ഇടത്തേ മൂക്കിലേക്ക് കൂടി ശ്വാസം വിടുക. ഇടത്തേ മൂക്കിലേക്ക് കൂടി ശ്വാസം എടുക്കുക, ഇടത്തേ മൂക്കിലേക്ക് കൂടി ശ്വാസം വിടുക. ഇതാണ് ചന്ദ്ര അനുലോമ വിലോമ. നമ്മളെ ശരീരത്തിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരുന്ന ഒരു പ്രാണായാമയാണ്. ഈ പ്രാണായാമ നമുക്ക് ദഹനക്കേടുള്ള സമയത്ത്, നെഞ്ചിരിച്ചലൊക്കെ ഉള്ള സമയത്ത് ഒക്കെ ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രാണായാമയാണ്. നമ്മൾ ഒരുമിച്ച് ചെയ്യാം. ഇടത്തേ മൂക്കിലേക്ക് കൂടി എടുത്ത് ഇടത്തേ മൂക്കിലേക്ക് കൂടി ശ്വാസം വിടുക. 10 തവണ ചെയ്യുക. സമയം എടുത്ത് ചെയ്തോളൂ. തവണ ചെയ്തതിന് ശേഷം നമ്മളെ കൈ ചിന്മുദ്രയിൽ വെക്കുക. നിങ്ങൾക്ക് വജ്രാസനയിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ സുഖാസനയിലോട്ടിരിക്കുക. കൈ രണ്ടും ചിന്മുദ്ര. ദീർഘശ്വാസം എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക്. വലത്തേ കൈയെടുത്ത് വയറ്റിൽ വെക്കുക. കുഞ്ഞിനോട് സംസാരിക്കുക. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് സംസാരിക്കുക. ദീർഘശ്വാസം എടുത്ത് ശ്വാസം സാവധാനം പുറത്തേക്ക്. വെരി ഗുഡ്. നമുക്ക് 2 കൈയും തമ്മിൽ റബ്ബ് ചെയ്യാം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആദ്യം കണ്ണിലേക്ക് വെക്കുക. വീണ്ടും റബ്ബ് ചെയ്ത് നമ്മളെ കൈ രണ്ടും വയറ്റിലേക്ക് വെക്കുക. കുഞ്ഞിന് ആ പോസിറ്റീവ് എനർജി പാസ് ചെയ്യുക. വീണ്ടും റബ്ബ് ചെയ്യുക. നമ്മൾ കപ്പ് പോലെയാക്കി കണ്ണിൻ്റെ മേലെ വെക്കുക. സാവധാനം കൈകൾ നോക്കി കണ്ണ് തുറക്കുക. താങ്ക് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. Day 3.